ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കോവൽ കൃഷി ചെയ്യുന്നതിനെ പറ്റി പറയാം. കണ്ടോ, കോവൽ നട്ടു, ധാരാളം കായ്കളുണ്ടായി. അധികം മൂക്കാത്ത ഇളം തണ്ട് നട്ടാൽ പെട്ടെന്ന് പിടിക്കും. 3-4 വർഷം വരെ ഇത് കായ്ക്കും. നല്ലപോലെ പോകാതെ നിൽക്കും. പിടിച്ചു വന്നാൽ 3-4 വർഷം നിൽക്കും. പന്തലിട്ട് കൊടുത്താൽ മതി, അപ്പം കുറേ നാൾ നിൽക്കും. കോവയ്ക്ക വറുത്ത് കഴിക്കാം, തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം, ഇങ്ങനെ പല വിധത്തിൽ കറി വയ്ക്കാം. നമ്മൾ പയറിൻ്റെ ഇല കൂമ്പൊക്കെ തണ്ടൊക്കെ ഇളം തണ്ട് ഞുള്ളിക്കളയില്ലേ, അതുപോലെ ഇത് ചെറുപ്പത്തിൽ തളിര് ഞുള്ളിക്കളഞ്ഞാൽ ഉടനെ അവിടെ പൂവുണ്ടാവും, കായ ഉണ്ടാവും. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾക്ക് ചാണകപ്പൊടിയില്ല, അതുകൊണ്ട് കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, പന്തലിട്ട് കൊടുത്ത് ഞങ്ങൾ, ധാരാളം ഉണ്ടായിക്കോളും. കണ്ടോ, പന്തലിട്ടപ്പോൾ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് 2-3 വർഷമായ കോവലാണ്. ഇപ്പോഴാണ് പന്തലിട്ട് കൊടുത്തത്. ഇത്ര നാളും വേലിപ്പടർപ്പ് കയറി കിടക്കുമായിരുന്നു, വേലിയെ കയറി കിടക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പന്തലിട്ട് കൊടുത്തു, നിറയെ കായ്കളായി. കേട്ടോ, നല്ല മുഴുത്ത കായ്കളാണ്. 10 ഉണ്ട്, ഒരു കറിക്കുണ്ട്. കേട്ടോ, പന്തലിട്ട് കൊടുത്ത് നിറയെ പൂ. കേട്ടോ, പന്തൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് ധാരാളം കായ്കൾ ഉണ്ടാകും. ഇതിൻ്റെ ഇളം അധികം മൂത്ത് പോകാത്ത കമ്പ് നട്ടാൽ മതി, പെട്ടെന്ന് തളിർത്ത ഉണ്ടാകും. കമ്പ് മുറിക്കുമ്പോൾ ആ ഭാഗം ഉടനെ മണ്ണിൽ കുത്തണം, അല്ലെങ്കിൽ തല ഏതാ ചുവട് ഭാഗം ഏതാന്ന് അറിയത്തില്ലാതെ വരും. ഇലയുള്ള തണ്ട് മുറിച്ചാൽ മതി. കേട്ടോ, ധാരാളം കറി വെക്കാൻ നമുക്ക് കിട്ടി. എല്ലാം മുഴുത്ത കോവയ്ക്കുണ്ടോ, കറി വെക്കാൻ. പിന്നെ ഇതിൻ്റെ ഇല മരുന്നാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ പിള്ളേർക്കൊക്കെ കാല് മുട്ടയിലൊക്കെ പരു വരും, ചെറിയ പൊട്ടാതെ നിൽക്കുന്ന. അപ്പോൾ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ചെറിയ ഇല എടുത്തിട്ട് അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ചൂടാക്കും. എന്നിട്ട് ആ പരുവേല ഇങ്ങനെ വെക്കുകയെ, അപ്പോൾ പരു പൊട്ടും. അന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. സൗകര്യം കുറവല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോകാം. അപ്പം ഈ പരു ഇങ്ങനെ പൊട്ടിക്കും. 2 ദിവസം കഴിയുമ്പോൾ അത് തന്നെ കരിഞ്ഞു പോകും. ഇങ്ങനെ ഇലകൾ മരുന്നാണ്. ഇലകൾ കറി വെക്കാം. ഇതിൻ്റെ തളിരില ഞുള്ളി കറി വെക്കാം. ഉണ്ടോ, ഞങ്ങൾ ഒരു കയറ് മാത്രം കെട്ടി ഇലോട്ട് കെട്ടിയേ. അത് കഴിഞ്ഞിട്ട് ആ കയറേക്കടെ കോവൽ വളർന്നു വന്നു. പിന്നെ പന്തലിട്ടു. ധാരാളം കോവയ്ക്ക ഉണ്ടായി. ചാണകപ്പൊടിയോ ആട്ടുംകാട്ടോ കോഴിവളമോ ഒക്കെ ഇടാം. ഒന്നും ഇട്ടില്ലെങ്കിലും വളർന്നു വരും. പക്ഷേ നല്ലപോലെ കായ്ഫലം വേണമെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയാണ് ഒഴിക്കുന്നത്. കേട്ടോ, എന്നാ മുഴുത്ത കായാന്ന് നോക്കി. കോവയ്ക്ക കണ്ടോ, നല്ല വലിപ്പമുള്ള കോവയ്ക്ക. ഇത് പിടിച്ചു വന്നാൽ അങ്ങനെ പോകത്തൊന്നുമില്ല, 3-4 വർഷം നിൽക്കും. ചെറിയ കമ്പ് നട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് വേര് പിടിക്കും. കണ്ടോ, പന്തൽ കണ്ടോ. നല്ല വെയിലുള്ളിടത്ത് നട്ടാൽ മതി, അപ്പം ധാരാളം കായ്കളുണ്ടാവും. എത്രയോ കായ്കളാന്ന് നോക്കി. കോവയ്ക്ക മുളകും എല്ലാം പുരട്ടി നമ്മൾ മീനൊക്കെ വറുക്കുന്ന പോലെ വറുത്ത് കോരി നല്ല രസ കറുമുറൊക്കെ അടിച്ച് തിന്നാൻ.
നൈസായിട്ട് അരിഞ്ഞിട്ട് എണ്ണ വറുത്ത് തിന്നാം. നിങ്ങൾ ഇതിൻ്റെ തളിരില ഞുള്ളി നോക്കുക, അപ്പോൾ പയറില ഞുള്ളുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് അവിടെ പൂവും കായും ഉണ്ടാവും. പന്തലിട്ടാൽ പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് നിറയെ കായ്കളുണ്ടാവും. കോവൽ നഴ്സറിയിൽ നിന്ന് തായും തണ്ടുമൊക്കെ കിട്ടും. അത് നോക്കി മേടിക്കണം. അല്ലെങ്കിൽ ചില കോവയ്ക്ക പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ് കായ പറിക്കുമ്പോൾ അത് കയ്പ്പ് വരും. അതുകൊണ്ട് നോക്കി മേടിക്കണം. ഇത് ധാരാളം ഉണ്ടാകുന്ന അടുത്ത വീട്ടുകാർ തന്നാണ് ഞങ്ങൾക്ക്. അപ്പോൾ ധാരാളം ഉണ്ടായി ഉണ്ടോ. ഈ തണ്ട് എങ്ങനെ വേണേലും കുത്തി നാട്ടി വേണേലും നടാം, അല്ലെങ്കിൽ ഇങ്ങനെ പോലെ വളച്ച് വെച്ച് നടാം. എങ്ങനെ വേണേലും നടാം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കമ്പ് മണ്ണിലിട്ടേക്കുന്ന പോലെ ഇട്ടിട്ട് വെറുതെ മണ്ണിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണ് അവിടെ ഇവിടെയൊക്കെ മണ്ണിട്ടാൽ മതി. 3 മുട്ട് വെച്ച് മുറിക്കണം. എന്നിട്ട് നടറുക. അപ്പോൾ മുട്ടിൽ നിന്ന് വേരുകൾ വരും. ഒരു മുട്ട് താത്തു നടും. ഒരു മുട്ടിൻ്റെ പകുതി താത്തു നട്ടാലും മതി. അപ്പോൾ വേര് വരും. നല്ലപോലെ മുളച്ച് വരും. പെട്ടെന്ന് വേരാണ്. കണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. നല്ല മുഴുത്ത കോവയ്ക്ക ആയതുകൊണ്ട് 10 എണ്ണം ഉണ്ട് ഒരു കറിക്കുണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. നല്ല വെയിലും ഉണ്ടെങ്കിൽ പന്തൽ ഇട്ട് കൊടുത്താൽ ധാരാളം കായ്കളുണ്ടാകും കേട്ടോ. കാട്ടിൽ ഇങ്ങനത്തെ കോവയ്ക്ക കാട്ടുകളിൽ കൂടെ നടക്കുമ്പം കാണാം. അത് കയ്പ്പ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാട്ടുകോവയ്ക്ക മരുന്നാന്ന് പറയുന്നേക്കാം. കണ്ടോ ധാരാളം പൂവും കായും ഉണ്ട്. കണ്ടോ ഈ ഇലകൾ പഴയ കാലത്ത് മരുന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. കറി വെക്കും തളിരില. ഈ ഇല തോരൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല മയം, നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരു കയറ് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ആ കയറക്കട കയറി വരും. എന്നിട്ട് നിറയെ കായ്ക്കും. ഇനി നമുക്ക് ഇത് പറിച്ച് വിളവെടുക്കാം. എല്ലാം പറിക്കാറായി. മൂത്ത് പോകുന്നതിനിപ്പുറം പഴുക്കണം. മൂത്ത് പോകുന്നതിനിപ്പുറം പറിച്ചില്ലെങ്കിൽ ഇല്ലേ എല്ലാം പഴുത്ത് വരും. എന്നിട്ട് ഒരു മധുരമായിരിക്കും. മധുരം വന്നാൽ പിന്നെ മെഴുക്കുവരട്ടി വെക്കാനും കറി വെക്കാനും ബുദ്ധിമുട്ടാണ്. മധുരം കാണും കറി വെക്കുമ്പോൾ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉണ്ടോ ധാരാളം കിട്ടിക്കണ്ടോ. എല്ലാം മുഴുത്ത കോവയ്ക്ക. ഇതുപോലെ 2-3 കറിക്കുണ്ട്.